തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുന്നു. ജില്ലാ കോൺഗ്രസ് നേതാക്കളുടെ അകമ്പടിയോടെയായിരുന്നു UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ വ്യാഴാഴ്ചയിലെ പര്യടനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ അങ്ങനെ അടുക്കുകയാണ്. ഏതായാലും പ്രചരണ ചൂട് ഏറിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് തേടിയുള്ള വേഗപ്പാച്ചിലാണ്. ഇപ്പോൾ പുതുക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് വീടുകൾ കയറിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ്. ജില്ലാ നേതാക്കൾ അടക്കം എത്തിയിട്ടാണ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കം ഇപ്പോൾ ബാബുരാജിനൊപ്പമുണ്ട്. ഏതായാലും ആദ്യം DCC പ്രസിഡന്റിനോടാണ്. 2021 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ UDFനെ നമുക്ക് ഓർക്കാൻ കൂടി നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. 2026 എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അല്ല, സർക്കാർ വിരുദ്ധ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം വളരെ വലിയൊരു തരംഗം തന്നെയാണ് കേരള സംസ്ഥാനം. 21 വിജയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകമാകെ ഗ്രസിച്ച ആ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ്. സ്വാഭാവികമായും ജനങ്ങൾ പട്ടിണിയിൽ, വറുതിയിൽ. അപ്പോൾ അന്ന് നൽകിയ ആ ഒരു കിറ്റ് അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ജനങ്ങളെ സംബന്ധിച്ച് ആ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ മാത്രമേ അവർക്ക് അതിൽ ചിന്തിക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ആ ഭരണം കൈവിട്ടുപോയത്. ആ 5 വർഷവും പിന്നീടുള്ള 5 വർഷം എന്താണ് പിണറായി വിജയൻ്റെ ഇടതുപക്ഷ സർക്കാർ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും തരത്തിൽ നീതി കിട്ടി എന്ന് അവകാശപ്പെടാൻ അവർക്ക് പോലും സാധിക്കില്ല. പിന്നെ ഈ പുതുക്കാടിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. 2006 ഇവിടെ ഭരണം കൈവിട്ടു പോകുന്നത്. KP വിശ്വനാഥനെതിരെ ഹൈക്കോടതിയുടെ ഒരു പരാമർശം, പിന്നീട് അത് സുപ്രീം കോടതി തിരുത്തപ്പെട്ടപ്പോഴേക്കും അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം കൈവിട്ടുപോയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് അങ്ങനെയല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കോടതി വിധിയിലൂടെ സ്വാഭാവികമായും വോട്ടർ മാർക്ക് വരുന്നു. അന്ന് കൈവിട്ടു പോയ വിജയം ബാബുരാജിലൂടെ പിടിക്കുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിനായിട്ടാണ് ഇങ്ങനെ നാട്ടിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഇപ്പോഴല്ല മുന്നേ കൊടകരയായിരിക്കുമ്പോഴും അങ്ങനൊരു സ്ഥാനാർത്ഥി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹമാണ് പാർട്ടി സാധിച്ചത്. അത് ഇവിടുത്തെ വോട്ടർമാരുടെ കൂടെ ആഗ്രഹമാണ്. അത് ഇതിലൂടെ സാധിക്കുമ്പോൾ ബാബുരാജിലൂടെ ഞങ്ങൾ പുതുക്കാട് നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പനന്തരപ്പള്ളി പഞ്ചായത്ത് അടക്കം തിരിച്ചു പിടിച്ചു. മറ്റ് പല പഞ്ചായത്തുകളും ഒപ്പം നിർത്തി. മറ്റ് പല പഞ്ചായത്തുകളും വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ സ്വാധീനിക്കും? തീർച്ചയായിട്ടും. അത് സെമി ഫൈനൽ ആയിരുന്നല്ലോ, ഇപ്പോഴല്ലേ ഫൈനൽ. അപ്പോൾ സെമി ഫൈനൽ ഞങ്ങൾ വലിയ വിജയമാണ് നേടിയത്. ആ വിജയത്തിന് നിദാനമായത് സത്യത്തിൽ പിണറായി വിജയൻ്റെ ഭരണം തന്നെയാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ ഭരണമാണ് ഞങ്ങൾക്ക് ഇനി ഈ ഭരണം കിട്ടാൻ പോകുന്നത്. ആ 10 വർഷത്തെ തിക്താനുഭവം അതിൻ്റെ ബഹിർസ്ഫുരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ബാബുരാജേട്ടാ, നല്ല അന്തരീക്ഷത്തിൽ നല്ല ചൂടാണ്, തെരഞ്ഞെടുപ്പിന് ചൂടാണ്. ക്ഷീണമായോ? ക്ഷീണമൊന്നുമില്ല. ജനങ്ങളെ കാണുമ്പോൾ എനിക്ക് വലിയ ആവേശമാണ്. ഈ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ 20 കൊല്ലക്കാലമായി ഈ നിയോജകമണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ജനപ്രതിനിധികൾ അവരുടെ പ്രവർത്തനം മൂലമുള്ള വികസന മുരടിപ്പ് ജനങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് UDFൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഇവിടെ വരുമെന്നുള്ളതാണ്. ആ അവസരത്തിൽ ഈ പ്രദേശത്ത് നിന്ന്, ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് UDFനെ അനുകൂലിക്കുന്ന ഒരു MLA, ഒരു ജനപ്രതിനിധി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് എല്ലാവരിലും ഉള്ളത്. ഞാൻ ചെല്ലുമ്പോഴെല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാ പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് തന്നെ എല്ലാവരും സ്വീകരിക്കുന്നത്. 20 വർഷക്കാലം KP വിശ്വനാഥൻ കൈപ്പിടിച്ച് നടത്തിയ പുതുക്കാട് പിന്നീട് 20 വർഷക്കാലം UDFന് നഷ്ടപ്പെടുകയായിരുന്നു. തദ്ദേശീയനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന പ്രവർത്തകരുടെ ആ ഒരു ആവശ്യം നേതൃത്വം അംഗീകരിച്ചതിൻ്റെ ഒരു ആവേശമാണോ ഈ പ്രവർത്തകരിൽ കാണുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം വളരെ കാലങ്ങളായി ഈ പ്രദേശത്ത് നിന്ന്, ഈ പ്രദേശത്തെ അറിയുന്ന, ജനങ്ങളെ അറിയുന്ന, ഈ നാടിനെ അറിയുന്ന ഒരു ആൾ ഇവിടെ നിന്ന് സ്ഥാനാർത്ഥിയായും ജനപ്രതിനിധിയായും വരണമെന്നുള്ള ആഗ്രഹം പലപ്പോഴും ഇവിടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ പഠിപ്പിച്ചെങ്കിലും പല സാഹചര്യങ്ങളെ കൊണ്ട് കോൺഗ്രസിൻ്റെ ചില രീതികളും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് അത് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് കൈവന്നിരിക്കുകയാണ്. തീർച്ചയായും ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഈ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
ഏതായാലും പ്രചരണ ചൂടിൽ തളരാതെ വലിയ ആവേശത്തോടെയാണ് കെ എം ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. 100 സീറ്റിലധികം നേടി UDF ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും അപ്പോൾ പുതുക്കാടിന് UDFന്റെ പ്രതിനിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കെ എം ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വിവിധ ഭാഗങ്ങളിൽ സജീവമായി തുടരുന്നു. വോട്ടർമാരെ നേരിൽ കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചും ജനപിന്തുണ ഉറപ്പാക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി. വ്യാഴാഴ്ച രാവിലെ വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലും വരാക്കര പള്ളിയിലും സന്ദർശനം നടത്തിയ അദ്ദേഹം മതമേലധ്യക്ഷന്മാരുമായും സിസ്റ്റർമാരുമായും വിശ്വാസികളുമായും കൂടിക്കാഴ്ച നടത്തി. മണ്ണമ്പേട്ടയിലെ മാതാ സ്കൂളിലും ടെസ്ല മെഡിക്കൽ സെന്ററിലും ബാബുരാജ് സന്ദർശനം നടത്തി. സ്കൂളിലെ അധ്യാപകരോടും ജീവനക്കാരോടും വോട്ടഭ്യർത്ഥിച്ച അദ്ദേഹം വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു. മെഡിക്കൽ സെന്ററിലെ ഡോക്ടർമാരുമായും ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ സ്ഥാനാർത്ഥി ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. വീടുകൾ തോറുമുള്ള സന്ദർശനവേളയിൽ വോട്ടർമാർ വലിയ സ്വീകരണമാണ് നൽകുന്നതെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. സ്വർണ്ണവില കൂടിയാലും കുറഞ്ഞാലും എക്കാലത്തേക്കും കരുതി വെക്കാനുള്ള സ്വർണം അത് നോബിൾ സ്വർണം. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ ഉത്പാദന പണിക്കൂലിയിൽ എല്ലാ ആഭരണങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ എന്നിവയുടെ എക്സ്ക്ലൂസീവ് ലൈറ്റസ്റ്റ് കളക്ഷൻസ് നോബിൾ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നോബിൾ, തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബിൾ ജ്വല്ലറി, ഷാർ, ആമ്പല്ലൂർ.